എനിക്ക് വേറൊന്നും ഓർമ്മ വരുന്നില്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഈ ഭാഗത്തൊക്കെ ആദ്യമായിട്ട് തന്നെ വരുന്നേ. പിന്നെ ഞാൻ എങ്ങനെ ഓർത്തെടുക്കുക? ഇവനെന്ത് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? നാഗവനത്തെ കുറിച്ച് ഇവൻ അറിയില്ലെന്നാണോ പറയുന്നത്? അതായത് കഴിഞ്ഞ ജന്മത്തെ ഓർമ്മകളൊന്നും ഇവനില്ല. മഹാദേവ, എന്താ ഇങ്ങനെ? ശിവാനി, തനിക്ക് എന്താ പറ്റിയ? എന്താ ഡള്ളായിരിക്കുന്നത്? അതൊന്നുമില്ല. ഇല്ല, ഈ ത്രിവിക്രമൻ ആദിശേഷന്റെ ഓർമ്മകൾ വരണം. ഇപ്പൊ തന്നെ ഇവനെ നാഗലോകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോണം. അവിടെ ചെന്ന എന്തെങ്കിലും ഒരു വഴി ഉണ്ടാകും. ശിവാനി, തനിക്ക് എന്താ പറ്റിയേ? താനെന്താ വല്ലാതിരിക്കുന്നേ? ത്രിവിക്രം, ഒരു മിനിറ്റ്, ഞാനിപ്പോ വരാം. മഹാമായി, അവിടെ എന്താണ് നടക്കുന്നത്? ശിവാനി ഇപ്പോ ഒറ്റയ്ക്ക് എവിടേക്കാണ് പോകുന്നത്? എനിക്കറിയില്ല. നീ സംസാരിക്കാതിരിക്കുക. അവർക്ക് എന്തെങ്കിലും ഒരു സംശയം തോന്നിയാൽ നമ്മുടെ ലക്ഷ്യത്തിനത് തടസ്സമാകും. അവൾ എവിടേക്കാണ് പോകുന്നതെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. നീ ഒന്ന് കണ്ണടച്ച്. എന്തിന്? കണ്ണടയ്ക്ക്, പറയാം. ഓക്കെ. മഹാമായി, അവരെങ്ങനെയാണ് മായയായി പോയത്? അറിയില്ല എനിക്ക്. ആ നാഗറാണി അവളുടെ ശക്തി ഉപയോഗിച്ച് എന്റെ പേരക്കുട്ടിയെ എവിടേക്കോ കൊണ്ടുപോവുകയാണ്. അങ്ങനെയാണെങ്കിൽ ആദിശേഷൻ ആരാണെന്ന് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? നമുക്ക് പിഴച്ചുപോയോ? ഇല്ല, എനിക്ക് പിഴക്കില്ല. ആദിശേഷൻ ആരാണെന്ന് എനിക്ക് മനസ്സിലാക്കിയേ പറ്റൂ. എന്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമെല്ലാം കിട്ടിയേ പറ്റൂ. അതെങ്ങനെ സാധിക്കും? ത്രിവിക്രമനല്ലേ ഇവിടുന്ന് പോയിട്ടുള്ളൂ. തൃശൂലിന്റെ മേൽ നമുക്ക് മന്ത്രപ്രയോഗം നടത്താം. വാ, അങ്ങോട്ട് പോകാം. അതെ, തൃശൂൽ. എന്താ എന്റെ മധു ഇത്? അങ്ങോട്ട് തിരിഞ്ഞാലും ഇങ്ങോട്ട് തിരിഞ്ഞാലും കാപ്പി കൊണ്ടുവന്നാലും ഉറങ്ങാൻ കിടക്കുമ്പോഴും ഒക്കെ തൃശൂൽ. എന്താ മധു നീ ഇങ്ങനെ? അവൻ ഒരു കുഴപ്പമില്ലെന്ന് ഞാൻ പറഞ്ഞല്ലേ? ഫോൺ ചെയ്തിരുന്നോ? വിളിച്ചു. അവൻ ഒരു കുഴപ്പമില്ല, സേഫ് ആയിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. അത്രേ ചോദിച്ചുള്ളോ? നിന്നെ പറ്റി അവൻ ചോദിച്ചു. അമ്മയ്ക്ക് എങ്ങനെയുണ്ട്? ആൾ ഉഷാറായിട്ട് ഇരിക്കുന്നല്ലോ. ചായ കുടിച്ചോ? ഭക്ഷണം കഴിച്ചോ? അമ്മയെ പറ്റി ചോദിക്കുമ്പോ അവന് 100 നാവാ. കണ്ടില്ലേ നിങ്ങള് എന്റെ മകൻ എന്റെ മേൽ എത്രമാത്രം ശ്രദ്ധയാന്ന്? അവൻ ഏത് നാട്ടിൽ പോയാലും അവന്റെ മനസ്സ് എപ്പോഴും എന്റെ മേലെ തന്നെയാ. പാവം, ഞാൻ അടുത്തില്ലാത്തോണ്ട് ആകെ വിഷമത്തിലായിരിക്കും അവൻ. രാത്രി ഒന്നും മര്യാദയ്ക്ക് ഉറങ്ങുന്നേ ഉണ്ടാവില്ല. നിന്നെ കൊണ്ടുള്ള ശല്യമില്ലല്ലോ, അപ്പൊ മര്യാദയ്ക്ക് ഉറങ്ങിയിട്ടുണ്ടാവും. എന്താ പറഞ്ഞേ? ഏയ് ഒന്നുമില്ല. നീ കൂടുതലാത്തോണ്ടേ അവൻ ഉറങ്ങിയിട്ടുണ്ടാവില്ലെന്ന് ഞാൻ പറയായിരുന്നു. അത് ശരിയാന്നേ. പാവം എന്റെ കുഞ്ഞ്. വേറെന്തെങ്കിലും പറഞ്ഞോ അവൻ? പിന്നെ നിനക്കൊരു വലിയ ഗിഫ്റ്റ് കൊണ്ടുവരുമെന്ന് അവൻ പറഞ്ഞു. നിന്റെ ലൈഫിൽ അങ്ങനെ ഒരു സംഭവമേ കണ്ടിട്ടുണ്ടാവില്ല. അത്ര വലിയ ഗിഫ്റ്റാന്ന് അവൻ പറഞ്ഞു. അതെയോ? എന്ത് ഗിഫ്റ്റാന്നാ പറഞ്ഞേ? അതിപ്പൊ തന്നെ പറഞ്ഞ അതിന്റെ ത്രില്ല് എന്താ മധു? അവൻ വരുമ്പോ എന്തായാലും നിന്റെ കയ്യിലോട്ട് തരുമല്ലോ. അപ്പൊ നീ കണ്ട് സന്തോഷിച്ചാ മതി. ശരി, അവൻ എന്നാ വരുന്നേന്ന് പറഞ്ഞോ? നിനക്ക് അവൻ കൊണ്ടുവരുന്ന വലിയൊരു ഗിഫ്റ്റ് അല്ലേ, അപ്പൊ അത് എടുത്തോണ്ട് വരാൻ കുറച്ച് ടൈം എടുക്കും അവൻ പറഞ്ഞത്. പെട്ടെന്ന് തന്നെ എത്തിക്കോളും. നിങ്ങൾ സത്യമാണോ പറയുന്നേ? ദാമ്പത്യത്തിന്റെ സന്തോഷത്തിന് സത്യം പറയണം. നിന്റെയൊക്കെ ഒപ്പം ജീവിച്ചു പോണെങ്കിൽ ഇതുപോലെയൊക്കെ എന്തെങ്കിലും പറഞ്ഞല്ലേ പറ്റുള്ളൂ. ത്രിവിക്രം, ശിവാനി, ഈ സ്ഥലം നിനക്ക് ഓർമ്മയുണ്ടോ? നീ ഇവിടെ വന്നിട്ടുണ്ടല്ലേ? ഈ സ്ഥലം എനിക്ക് എങ്ങനെ മറക്കാൻ കഴിയാ? ഇവിടെ നമ്മൾ എത്ര ടൈം സ്പെൻഡ് ചെയ്തതാ, എത്ര ഓടി നടന്നതാ. മഹാദേവ, ത്രിവിക്രമന് നാഗലോകത്തെ കുറിച്ച് എല്ലാം അറിയാലോ. അതിനർത്ഥം ആദിശേഷന്റെ ഓർമ്മകൾക്ക് ഇനിയും ജീവനുണ്ടെന്നാണ്. എനിക്കും ഇത് തന്നെയായിരുന്നു വേണ്ടിയിരുന്നത്. ശിവാനി, ഞാൻ തന്നോട് പറഞ്ഞു ഓർക്കുന്നുണ്ടോ നമ്മൾ ഒരുമിച്ച് ഡാൻസ് ചെയ്ത കാര്യം? ഇവിടെ വെച്ചാ നമ്മൾ അന്ന് ഡാൻസ് ചെയ്തത്. അത് ഞാൻ എങ്ങനെ മറക്കാനാ ത്രിവിക്രം? ആ ഓർമ്മകൾ കൊണ്ടല്ലേ ഞാൻ ഇത്രയും നാള് ജീവിച്ചത്. ത്രിവിക്രം, നിനക്കിപ്പോ എന്തൊക്കെയാ ഓർമ്മ വരുന്നത്? അതെന്നോട് പറ പ്ലീസ്.
ഞാൻ എന്റെ സ്വപ്നത്തില് ഒരു രാജകുമാരനെ കണ്ടെന്ന് പറഞ്ഞില്ലേ, അന്ന് അയാളെ ആ ഭാഗത്താണ് ഞാൻ കണ്ടത്. നോക്ക്, ഈ ശിവന്റെ ഈ വിഗ്രഹമില്ലേ, ഇത് തന്നെ ഞാൻ അന്ന് സ്വപ്നത്തിൽ കണ്ടത്. സെയിം, ഒരു വ്യത്യാസവും ഇല്ല. ശിവാനി, താനെന്തിനാ ഇങ്ങനെ കരയുന്നത്? എന്താ തനിക്ക് പറ്റി? ഒന്നുമില്ല ത്രിവിക്രം, ഇത് ദുഃഖം കൊണ്ടുണ്ടായ കണ്ണീരല്ല, സന്തോഷം കൊണ്ടുണ്ടായ കണ്ണീര്. ഈ ഒരു നിമിഷത്തിന് വേണ്ടി ഞാൻ എത്ര നാളായിട്ട് കാത്തിരിക്കാന്നറിയാം. 23 വർഷങ്ങള് ഞാൻ നിനക്ക് വേണ്ടി കാത്തിരിക്കായിരുന്നു. ഓരോ ദിവസവും ഓരോ നിമിഷവും നിന്നെ എനിക്ക് തിരികെ കിട്ടുന്നതായിട്ട് ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ട്. നിന്നെ കണ്ടെത്താനായിട്ടാണ് ഞാൻ ഭൂമിയിലേക്ക് വന്നത്. ഓർമ്മയുണ്ടോ നിനക്ക്? നമ്മുടെ സ്നേഹം ജന്മജന്മാന്തരങ്ങളായിട്ടുള്ളതാണെന്ന് ഞാൻ പറഞ്ഞത്. അതെന്തിനായിരുന്നു എന്ന് മനസ്സിലാക്കാനുള്ള സമയമാണിത്. നീ ത്രിവിക്രമല്ല, നീ എന്റെ ആദിശേഷനാണ്. ഈ ജന്മത്തിൽ നീ മനുഷ്യരൂപം പൂണ്ടിരിക്കാം, പക്ഷെ കഴിഞ്ഞ ജന്മത്തിൽ നീ നാഗലോകത്തിന്റെ നായകനായിരുന്നു. നാഗമാണിക്യത്തിന്റെ കാവൽക്കാരനായ ധീരനായിരുന്നു. എന്നെ മാത്രം സ്നേഹിച്ചിരുന്ന എന്റെ പ്രിയതമനായിരുന്നു. 7 ജന്മങ്ങളിലും എന്റെ കൂടെ തന്നെ ഉണ്ടാകുമെന്ന് എനിക്ക് വാക്ക് നൽകി അതിനെ യാഥാർത്ഥ്യമാക്കിയ വീരൻ. ത്രിവിക്രം, ഈ ഒരേ ഒരു ദിവസം ഞാൻ നിന്നെ ആദിശേഷൻ എന്ന് വിളിച്ചോട്ടെ. നീ എന്ത് വിളിച്ചാൽ എനിക്ക് കുഴപ്പമില്ല. ആദിശേഷ. ശിവാനി, നിന്റെ ഈ കണ്ണുകൾ ഇനി ഒരിക്കലും നിറയാൻ പാടില്ല. നീ എപ്പോഴും സന്തോഷമായിട്ടിരിക്കണം. വേണ്ട, എനിക്ക് കരയണ്ട. ഞാനിങ്ങനെ ദുഃഖിച്ചിരുന്നൂടാ. ശിവാനി എന്നെ ഇപ്പോഴും അവഗണിക്കുന്നുണ്ടെങ്കിൽ അവള് എന്നോട് അടുത്തിട്ടില്ലെന്നല്ല അർത്ഥം. ഇനിയും അവൾ എന്നെ മനസ്സിലാക്കിയിട്ടില്ലെന്നല്ല അർത്ഥം. ഇത്രയൊക്കെ ശ്രമം നടത്തിയിട്ടും അവൾക്ക് എന്നോട് ഇഷ്ടം തോന്നിയില്ലെങ്കിൽ അത് മോശം തന്നെയാ. ഞാൻ അതിനുവേണ്ടി ഇനിയും ശ്രമിച്ചുകൊണ്ടേയിരിക്കും. പ്രയത്നിച്ച് അതിനുള്ള ഫലം കിട്ടുമെന്ന് എല്ലാവരും പറയാറുണ്ടല്ലോ. എന്റെ സ്നേഹം സത്യമാണെങ്കിൽ ശിവാനിയെ എന്നെങ്കിലും ഒരിക്കലും എനിക്ക് എന്തായാലും കിട്ടും. ഞാൻ വെറുതെ ഇരിക്കാൻ പോകുന്നില്ല. എന്റെ സ്നേഹം മനസ്സിലാക്കാൻ എന്തൊക്കെ ചെയ്യേണ്ടി വരുമോ അതൊക്കെ ചെയ്തുകൊണ്ടേയിരിക്കും ഞാൻ. ശിവാനിക്ക് എന്റെ സ്നേഹം മനസ്സിലാവും. അവളായിട്ട് തന്നെ എന്റെ അടുത്തേക്ക് വരെയും ചെയ്യും. അക്കാര്യം തന്നെ ഉറപ്പാണ്. ശിവാനിക്ക് എന്നോട് ഇഷ്ടം തോന്നുന്ന രീതിയിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടി വരും. അതിനെന്താ ഇപ്പൊ ചെയ്യാ? എനിക്ക് നാഗകർണിക പുഷ്പം ഒരുപാട് ഇഷ്ടം. ശിവാനിക്ക് നാഗകർണിക പുഷ്പം ഇഷ്ടമാണെന്നാ പറഞ്ഞിരിക്കുന്നേ. അപ്പൊ ആ പൂ പറിച്ചു കൊടുത്താൽ ശിവാനിക്ക് നല്ല സന്തോഷാവില്ലേ? എന്റെ അടുത്ത് ഒരു ഇഷ്ടം തോന്നാനും അത് മതിയില്ല. യെസ്, ഇപ്പൊ ആ പൂവൊന്ന് സംഘടിപ്പിക്കണമല്ലോ. എവിടെ കിട്ടും ഈ നാഗകർണിക പുഷ്പം? അല്ല, ഞാൻ എന്തിനാ വെറുതെ പറയാവുന്ന? ഇന്റർനെറ്റൊക്കെ എന്തിനാ? അതിൽ നോക്കാലോ. നാഗകർണിക പുഷ്പം എവിടെ കിട്ടുമെന്നൊന്നും നോക്കട്ടെ. ഈ സ്ഥലം ഞാൻ എവിടെ കണ്ട പോലെ ഒരു ഓർമ്മയുണ്ടല്ലോ. ഞാൻ മുൻപോട് വന്നിട്ടുണ്ടോ?
അന്നൊരു ദിവസം ആ പ്രാപൻ ഇവിടേക്കല്ലേ കൂട്ടിക്കൊണ്ട് വന്നേ? ആ കറക്റ്റാ, ഇതേ സ്ഥലം തന്നെ. അയ്യോ, ഞാൻ എന്തിനാ വേണ്ടാത്തതിനെ കുറിച്ചൊക്കെ ആലോചിച്ചോണ്ടിരിക്കുന്നേ? ആദ്യം ഞാൻ ഈ നാഗകർണക പുഷ്പം എവിടെ കിട്ടുമെന്നൊന്ന് നോക്കണം. എവിടെയാന്ന് വെച്ചാ എവിടെയും കാണുന്നില്ലല്ലോ. എല്ലാ വർഷവും ദുർഗാഷ്ടമി ദിനത്തിൽ നീ ഈ മഹാദേവന് പൂജ ചെയ്യുമായിരുന്നു. മഹാദേവന്റെ അനുഗ്രഹം നിനക്ക് എപ്പോഴും ഉണ്ടായിരുന്നു. നാഗലോകത്തുള്ളവര് നീ ചെയ്യുന്ന പൂജയിലൂടെയായിരുന്നു അവരുടെ ഭക്തിയും സമർപ്പിച്ചിരുന്നത്. നീ എന്നാണോ എന്നിൽ നിന്നും അകന്നു പോയത്, അന്നു മുതലാണ് ഈ ദുർഗാഷ്ടമി പൂജ മുടങ്ങിപ്പോയത്. 23 വർഷമായിട്ട് നടക്കാതിരുന്ന ഈ പൂജ ഇന്ന് പുനരാരംഭിക്കാൻ പോവുകയാണ്. അതും എന്റെ ആദിശേഷനിലൂടെ. മഹാദേവ, ഇതാ എന്റെ ആദിശേഷൻ തിരിച്ചെത്തിയിരിക്കുന്നു. അങ്ങയെ പൂജിക്കാനായി അവൻ ഒരുങ്ങുകയാണ്. പൂജ സമർപ്പണമായി കണ്ട് ഞങ്ങളെ ആശീർവദിച്ചാലും. എന്നെയും എന്റെ ആദിശേഷനെയും എന്നേക്കുമായി ചേർത്ത് വെച്ച് ഞങ്ങളെ അനുഗ്രഹിച്ചാലും. ആദിശേഷ, ആ മഹാദേവനെ പൂജ ചെയ്തോളും. ദുർഗാഷ്ടമി ദിവസം മഹാദേവനെ പ്രീതിപ്പെടുത്താൻ ചെയ്യേണ്ടത് ഏകാന്ത പൂജയാണ്. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് മാറി നിൽക്കാം. ദാ വാങ്ങിക്കാം. മഹാമായി, തൃശൂർ തനിയെ എവിടേക്കാണ് ഈ പോകുന്നത്? വാ, നമുക്കവന്റെ പിറകെ പോവാം. എനിക്ക് മന്ത്രം പ്രയോഗിക്കാൻ പറ്റിയ ശരിയായ സമയം. അത് ഇതുപോലെ തന്നെയുണ്ടല്ലോ. ആഹാ, നാഗകർണിക പുഷ്പം ഇത് തന്നെയല്ലേ? ഞാൻ ഇത്രയും നേരം തേടി നടന്ന പൂവ് ദേ ഇവിടെ നിൽക്കുന്നു. ഓ ഈശ്വരാ, വാവ്, എന്തൊരു ഭംഗിയത് കാണാൻ. അയ്യോ, ഇതെന്തൊരു കഷ്ടത്. ഒരുപാട് ഉയരത്തിലാണല്ലോ പൂ നിൽക്കുന്നത്. തേടി നടന്ന സാധനം മുന്നിൽ കണ്ടപ്പോ പറിക്കാൻ പറ്റാത്ത അവസ്ഥയായല്ലോ. എന്ത് വന്നാലും ശരി, ശിവാനിക്ക് ഈ പൂവ് ഇഷ്ടമാണെങ്കിൽ പിന്നെ അതെവിടെയായാലും ശിവാനിക്ക് അത് പറിച്ചു കൊടുത്തല്ലേ പറ്റൂ.
മഹാമായി അവൻ കൊക്കയിലേക്ക് വീണു, അനങ്ങുന്നില്ല. എനിക്ക് തോന്നുന്നത് അവൻ അവിടെ വീണ് മരിച്ചുപോയെന്നാണ്. അതെന്തായാലും നന്നായി. എനിക്ക് മന്ത്രം പ്രയോഗിക്കുന്നതിനായി ഇനി ഒരു തടസ്സവും ഉണ്ടാവില്ല. ആദിശേഷൻ ആരാണെന്ന് കണ്ടുപിടിക്കാൻ അനുകൂലമാകും ഈ സമയം. പോകൂ അഗ്നിചക്ര, പോകൂ. ആ തൃശൂലിന്റെ മേൽ നിന്റെ മുഴുവൻ ശക്തിയും പ്രയോഗിക്കുക. എന്താണിത്? അഗ്നിചക്രം നശിച്ചു പോയല്ലോ. ഞാൻ എത്രയേറെ ശ്രമിച്ചിട്ടും എത്ര തന്നെ മന്ത്രങ്ങൾ പ്രയോഗിച്ചിട്ടും തൃശൂലിനെ ഒന്ന് സ്പർശിക്കാൻ പോലും എനിക്കാകുന്നില്ലല്ലോ. മഹാമായി, എനിക്കെന്തോ അവനാണ് ആദിശേഷൻ എന്നാ തോന്നുന്നത്. അവൻ ആദിശേഷനല്ല. അവൻ ആദിശേഷനാകാൻ ഒരു സാധ്യതയുമില്ല. എന്റെ കൊച്ചുമകനാണ് ആദിശേഷൻ. അപ്പൊ അമ്മയുടെ മന്ത്രശക്തി കൊണ്ട് അവനെ ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ലല്ലോ, അതെന്താ? എന്റെ മന്ത്രശക്തി അവനിൽ പ്രയോഗിക്കാനാവുന്നില്ല. മറ്റേതോ ഒരു ശക്തി എന്റെ മന്ത്രശക്തികളെ മുഴുവൻ തടഞ്ഞുകൊണ്ടിരിക്കുന്നു. ഏതാണത്? ഏത് മന്ത്രശക്തിയാണത്? എന്റെ ശക്തിയെ തോൽപ്പിക്കാൻ കഴിവുള്ള മറ്റേത് ശക്തിയാണത്? ആദിശേഷ, പൂജ കഴിഞ്ഞോ? കഴിഞ്ഞു. പൂജ ചെയ്തപ്പോ എന്തോ ഒരു വെളിച്ചം എന്നിലേക്ക് വന്ന പോലെ. അതെന്താന്ന് എനിക്ക് മനസ്സിലായില്ല. അത് മഹാദേവന്റെ ആശീർവാദമാണ്. ആ വെളിച്ചം നിന്നിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും നിന്റെ മേലൊരു കരുതലുണ്ടെന്നാണ് അർത്ഥം. ആദിശേഷൻ വാദ്യഘോഷങ്ങളുമായി പുറത്തിറങ്ങേണ്ട സമയമായി.